നിലവിൽ വലിയ പരിക്കാണ് ആ പ്രദേശത്താകെ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുകയാണ് 10-ലധികം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള വിവരം ലഭ്യമാകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് 6 വീടുകളാണ്. ഇതിന് പുറമെയാണ് ആ പ്രദേശത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ കത്തിനശിക്കുകയും ചെയ്തത്. എന്തായാലും ജിൽസേർ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വാഹനം, അതായത് പടക്കം കൊണ്ടുവന്ന വാഹനം പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു. അതിന്റെ ടയറുകൾ പോയിട്ട് മറ്റൊരു ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആ വിധത്തിലുള്ള ഉഗ്ര സ്ഫോടനം ഇത് നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ പ്രദേശത്താകെ തന്നെ ഇത് കാര്യമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ശരൺ, അതായത് തൃപ്പൂണിത്തുറയിൽ നിന്ന് മാറി, നഗരത്തിൽ നിന്ന് മാറി ചൂരക്കാട് എന്നൊരു പ്രദേശത്താണ് ഇത്രയും വലിയ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. സമീപത്തെ ക്ഷേത്രത്തിലേക്ക് അവരുടെ ഉത്സവത്തിനായി കൊണ്ടുവന്ന പടക്കം അത് സമീപത്തുള്ളൊരു കടയിൽ സൂക്ഷിക്കാനായി ഇറക്കുമ്പോഴാണ് അപകടമുണ്ടായതെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതൊരു പടക്കക്കടയല്ല, ഒരു സാധാരണ കട മാത്രമാണ്. അവിടെ ഗോഡൌൺ പോലെ സൂക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ വളരെ അലക്ഷ്യമായി തന്നെ കൈകാര്യം ചെയ്ത പടക്കങ്ങളാണ് പൊട്ടിത്തെറിക്ക് കാരണമായത് എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തുകയാണ്. പക്ഷേ എന്താണ് കൃത്യമായി പൊട്ടിത്തെറിയിലേക്ക് നയിച്ചതെന്നുള്ള വിവരങ്ങൾ ഇനിയുള്ള അന്വേഷണത്തിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി കാണാൻ കഴിയുന്നതാണ് ആ പടക്കം കൊണ്ടുവന്ന വാഹനം അത് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ സമീപത്തെ 6 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഓടിട്ട വീടുകളുടെ ഓടുകളൊക്കെ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. നിർത്തിയിട്ട കാറുകൾക്കൊക്കെ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനമാണ് ആ പ്രദേശത്തുണ്ടായിരിക്കുന്നത്. നിലവിൽ 5 പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ള വാർത്തകൾ കൂടി എത്തുന്നുണ്ട്. എന്തായാലും ഫയർഫോഴ്സ് സംഘമൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തീയണയ്ക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടരുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. വലിയ സ്ഫോടനമാണ് ഉണ്ടായത് എന്ന് നേരത്തെ തൃപ്പൂണിത്തുറ ചെയർപേഴ്സൺ തന്നെ ശ്രീമതി രമ സന്തോഷ് മീഡിയ വണ്ണുമായി സംസാരിച്ചിരുന്നു. അവർ ആ സംഭവ സ്ഥലത്തുണ്ട്. അവർ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നു. ശരൺ, അതായത് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘമൊക്കെ എത്തിയിട്ടുണ്ട്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. ഇപ്പോൾ അപകടകരമായ എല്ലാ സാഹചര്യങ്ങളും തരണം ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ തരണം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ദൃശ്യങ്ങളിൽ നിന്നും അത് വലിയ ഒരു നാശമായി മാറിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. ഈ എത്തിച്ച വാഹനം, ഈ പടക്കം എത്തിച്ച വാഹനം പൂർണ്ണമായി കത്തി നശിച്ചതിന് പുറമെ തന്നെ സമീപത്തുള്ള വീടുകൾക്ക് കാര്യമായി തന്നെ കേടുപാടുകൾ സംഭവിക്കുന്നു. അതിന്റെ മേൽക്കൂരയെല്ലാം തന്നെ തകർന്ന അവസ്ഥയിലാണ് ഉള്ളത്. ഒപ്പം ഈ വീടുകൾക്ക് മുന്നിലായിട്ട് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്കും കാർ അടക്കമുള്ള വാഹനങ്ങളും കത്തി നശിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടാകുമ്പോൾ അത് സ്ഫോടനം നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത് ഈ ദൃശ്യങ്ങളിലൂടെ തന്നെയാണ്. ഇതിന് പുറമെ ഈ പടക്കം ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഈ സ്ഫോടക വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ അത് 400 മീറ്റർ ദൂരത്ത് തെറിച്ചു വീണു എന്ന് പറയുമ്പോൾ അത്ര വലിയൊരു സ്ഫോടനം കൂടിയാണ് അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നത്. നമുക്കിനി മനസ്സിലാക്കാം, നമുക്കിനി അറിയേണ്ടത് ഈ പരിക്കേറ്റ ആളുകളുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ചാണ്. നിലവിൽ 2 പേരുടെ ആരോഗ്യനില അത് ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനപ്പുറം മറ്റു വിവരങ്ങളൊന്നും തന്നെ കൂടുതലായി വന്നിട്ടില്ല. ഈ 5-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയെന്നുള്ള കാര്യത്തിലും വ്യക്തത വേണ്ടതുണ്ട്. ഇവരെല്ലാം തന്നെ കൃത്യമായി ആശുപത്രികളിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ 2 പേരുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. എന്തായാലും ഈ പരിസരത്തുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ അത് അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാകും. എങ്ങനെയാണ് ഈ ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായെന്നുള്ള കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ തൃപ്പൂണിത്തുറ ടൗണിൽ നിന്നും മാറി ഉൾഭാഗത്തായിട്ടാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഇതൊരു ജനവാസ മേഖലയാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട് എത്ര വലിയ ജനവാസ മേഖലയാണ്. അങ്ങനെ ഒരു ജനവാസ മേഖലയിൽ കൂടിയാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് ഇത്ര വലിയൊരു നാശത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നത്. യെസ്, എന്തായാലും തൃപ്പൂണിത്തുറ ചൂരക്കാടാണ് ഇത്രയും വലിയൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഉഗ്ര സ്ഫോടനമാണ് നടന്നതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. അവിടെ പടക്കം കൊണ്ടുവന്ന വാഹനം വരെ മുഴുവനായും കത്തി നശിച്ചിരിക്കുകയാണ്. 5 പേർക്ക് പരിക്കേറ്റതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. 2 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത്. ഫയർഫോഴ്സ് സംഘമൊക്കെ എത്തി സ്ഥലത്ത് ഏതാണ്ട് തീയണച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പൊട്ടിത്തെറിയിൽ ഈ പടക്കത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ 4 കിലോമീറ്ററിലധികം ദൂരത്തേക്ക് പൊട്ടിത്തെറിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ശരൺ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സ് സംഘമടക്കം പോലീസ് സംഘമടക്കമുള്ള ആളുകളൊക്കെ സ്ഥലത്തുണ്ട്. അവിടെ പൂർണ്ണമായും ഈ പടക്കം സൂക്ഷിച്ച കടയ്ക്ക് പൂർണ്ണമായും
കട പൂർണ്ണമായും കത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ കൂടുതൽ ഭാഗത്തേക്ക് തീ പടരാതെ തീ അണയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് SS ശരൺ നൽകുന്നത്.